നിർണായക വിവരങ്ങൾ ഇന്ത്യക്ക് കൈമാറി അമേരിക്കൻ നാവികസേന. 14 ഇന്ത്യക്കാരുമായി പോയ ഒരു കപ്പൽ ഞായറാഴ്ച ഒമാൻ തീരത്ത് മുങ്ങാൻ തുടങ്ങിയതായി റിപ്പോർട്ടുകൾ. ഇതിനെ തുടർന്ന് അമേരിക്കൻ നാവികസേനയും ഇന്ത്യൻ നാവികസേനയും സമീപത്തുള്ള ഒരു വ്യാപാര കപ്പലും അടിയന്തര രക്ഷാപ്രവർത്തനത്തിന് തുടക്കമിട്ടു. ജൂൺ 14 രാവിലെ ഒമാനിലെ റാസൽ ഹദ്ദിന് കിഴക്ക് ഏകദേശം 80 നോട്ടിക്കൽ മൈൽ അകലെ കപ്പൽ അപകടത്തിലാണെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് US നാവികസേന തീരദേശ അധികൃതരെയും ഇന്ത്യൻ നാവികസേനയെയും വിവരമറിയിച്ചതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. അടിയന്തര സാഹചര്യത്തെ നേരിടാൻ US നേവിയുടെ P-8 സമുദ്ര പട്രോളിംഗ് വിമാനം കപ്പലിന് സമീപം ഒരു ലൈഫ് റാഫ്റ്റ് ഇറക്കുകയും കപ്പലിലുള്ളവരെ ഒഴിപ്പിക്കുന്നത് നിരീക്ഷിക്കുകയും ചെയ്തതായി വ്യക്തമാക്കിയിട്ടുണ്ട്. കപ്പൽ മുങ്ങാൻ തുടങ്ങിയതിനു ശേഷം ക്രൂ അംഗങ്ങൾ ലൈഫ് റാഫ്റ്റിൽ കയറി. സോഹാറിൽ നിന്ന് മുംബൈയിലേക്ക് യാത്ര തിരിച്ച സെന്റ് കിറ്റ്സ് ആൻഡ് നെവിസ് പതാകയുള്ള MV ജബൽ അലി 9 എന്ന സമീപത്തുള്ള ഒരു വ്യാപാര കപ്പലിൽ നിന്നുള്ള സഹായവും US നാവികസേന ഏകോപിപ്പിച്ചു. ദുരിതബാധിത പ്രദേശത്തേക്ക് പോകാനും സഹായം നൽകാനും P-8 വിമാനം കപ്പലിനോട് അഭ്യർത്ഥിച്ചതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്തിന് സമീപത്തായി കപ്പൽ ഇതിനകം പ്രവർത്തിച്ചിരുന്നു. കപ്പലിലുണ്ടായിരുന്ന 14 പേരും ഇന്ത്യക്കാരാണെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ അവസ്ഥ ഉടനടി അറിവായിട്ടില്ലെങ്കിലും രക്ഷാപ്രവർത്തനം അധികൃതർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. ലോകത്തിലെ ഏറ്റവും നിർണായകമായ സമുദ്ര ചോക്ക് പോയിന്റുകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിലും പരിസരത്തും നിലനിൽക്കുന്ന സംഘർഷങ്ങൾ കാരണം സമീപ മാസങ്ങളിൽ കൂടുതൽ തന്ത്രപ്രധാനമായ ഒരു പ്രദേശമായ ഒമാന്റെ കിഴക്കൻ തീരത്താണ് സംഭവം നടന്നത്. ഒമാനിലും ഹോർമുസ് കടലിടുക്കിലും വാണിജ്യ ഷിപ്പിംഗ് സമുദ്ര പ്രവർത്തനങ്ങൾ മിഡിൽ ഈസ്റ്റ് സംഘർഷവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ തുടർന്നും നേരിടുന്ന സമയത്താണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ നയതന്ത്രപരമായ വഴിത്തിരിവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിലും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സംഘർഷത്തിന് മുൻപുള്ള നിലവാരത്തിന് താഴെയാണെന്ന് ഈ ആഴ്ച റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലേക്ക് പോകുന്ന ഡ്രോണുകൾ തടഞ്ഞതുൾപ്പെടെ ജലപാതയ്ക്ക് സമീപം പുതിയ സൈനിക പ്രവർത്തനങ്ങൾ നടന്നതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇത് മേഖലയിലെ ദുർബലമായ സുരക്ഷാ അന്തരീക്ഷത്തിന് അടിവരയിടുന്നുണ്ട്. ഷിപ്പിംഗ് കമ്പനികളും സമുദ്ര അധികൃതരും മാസങ്ങളായി അതീവ ജാഗ്രതയിലാണ് പ്രവർത്തിക്കുന്നത്. ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് ഗൾഫ് മേഖലയിലും പരിസരത്തും 100 കണക്കിന് കപ്പലുകളും 20,000-ഓളം നാവികരും കുടുങ്ങിക്കിടക്കുന്നതായും റോയിട്ടേഴ്സ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം കപ്പൽ മുങ്ങാനുള്ള കാരണം ഉടനടി അറിവായിട്ടില്ല. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയായിരുന്നു. അതേസമയം അമേരിക്കൻ മിസൈൽ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രോഷമുയരുന്നതിനിടെ ഇന്ത്യൻ കപ്പലുകൾക്കെതിരായ ആക്രമണത്തിൽ ഇറാനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരുവാക്കിയിരുന്നു. ഹോർമുസ് കടലിടുക്കിൽ നിന്നും പുറപ്പെട്ട ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണം തികച്ചും അസ്വീകാര്യമാണ്. അവർ എത്രയും വേഗം തങ്ങളുടെ രീതികൾ മാറ്റുന്നതാണ് നല്ലതെന്ന് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ഇന്ത്യൻ നാവികർ ഉണ്ടായിരുന്ന 2 കപ്പലുകൾ കൂടി അമേരിക്ക ആക്രമിച്ചിരുന്നു. ജൂൺ 8-ന് 24 ഇന്ത്യൻ ജീവനക്കാരുണ്ടായിരുന്ന മേരി വെക്സ് എന്ന പലാവു പതാകയുള്ള കപ്പലാണ് US സൈന്യം തകർത്തത്. കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. 20 ഇന്ത്യൻ ജീവനക്കാർ ഉണ്ടായിരുന്ന ഗിനിയ ബിസാവു പതാകയേന്തിയ ജൽവീർ എന്ന കപ്പലിന് നേരെയും വ്യാഴാഴ്ച ആക്രമണമുണ്ടായി. അതേസമയം വ്യാഴാഴ്ച ഹോർമുസ് കടലിടുക്കിലൂടെ ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ളതോ ഇന്ത്യൻ പതാകയുള്ളതോ ആയ കപ്പലുകൾ കടന്നുപോയതായി ഷിപ്പിംഗ് മന്ത്രാലയമോ കപ്പൽ ട്രാക്കറുകളോ വ്യക്തമാക്കിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.